Resonance, the study spot. റെസണൻസ് ദ സ്റ്റഡി സ്പോട്ടിൻ്റെ തുല്യതാ പഠന ക്ലാസ്സിലേക്ക് എല്ലാ പഠിതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രസതന്ത്രത്തിൻ്റെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ഓരോ വിഷയത്തിൻ്റെയും നമ്മൾ പ്ലേലിസ്റ്റ് വരെ ഉണ്ടാക്കി അതിൽ വച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി കാണുക, കാണാത്തവരൊക്കെ കാണുക, നമ്മുടെ കൂടെ കൂടുക. അപ്പം എക്സാമൊക്കെ ആവാനായില്ലേ, അപ്പം എന്തായാലും നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പം ഇന്ന് നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ആവർത്തന പട്ടികയും രാസബന്ധനവും എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് ഏതാണ്? മൂലകങ്ങളുടെ IUPAC നാമകരണ രീതിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ IUPAC നാമകരണ രീതി എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം മൂലകങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ, മൂലകങ്ങൾ എത്ര എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു, 118 എണ്ണമാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം ശാസ്ത്രജ്ഞരുടെയും രാജ്യത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും ചില മൂലകങ്ങളുടെ ഗുണങ്ങളെയും ഒക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് ആദ്യകാലങ്ങളിൽ മൂലകങ്ങളുടെ നാമകരണം ചെയ്തിരുന്നത്. ഇപ്പോൾ എന്താണ്? IUPAC എന്ന സംഘടനയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അവരുടെ അതായത് IUPAC ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്ന സംഘടനയാണ് മൂലകങ്ങളുടെ പേരുകൾ തീരുമാനിക്കുന്നത്. ആദ്യം പണ്ടൊക്കെ ശാസ്ത്രജ്ഞരുടെയും രാജ്യത്തിൻ്റെയും സ്ഥലങ്ങളുടെയും പേരാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നിലവിലുള്ളത് IUPAC അതായത് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. അതിൻ്റെ ഫുൾ ഫോം ഒന്നും നമ്മൾ മറന്നു പോകരുത്. അപ്പം അതൊക്കെ ഓർത്ത് വെച്ചിട്ട് വേണം പോകാൻ. ഏത് സംഘടനയാണ് മൂലകങ്ങളുടെ പേര് തീരുമാനിക്കുന്നത്? IUPAC. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. IUPAC ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. അതിൻ്റെ ഫുൾ ഫോമും നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അവസാനമായിട്ട് IUPAC നാമകരണം ചെയ്തത് 4 മൂലകങ്ങളാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. 113 മൂലകം, 115, 117, 118 എന്നിവയാണ് ലാസ്റ്റായിട്ട് നാമകരണം ചെയ്ത മൂലകങ്ങൾ. അവരേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിഹോനിയം എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? NH. പിന്നെയോ മോസ്കോവിയം MC, ടെനസ്റ്റീൻ TS. പിന്നെയോ ടെനസീൻ കഴിഞ്ഞിട്ട് ഏതാ? ഒഗാനോസോൺ OG. അപ്പം ഇത്രയും പേര്, അതായത് ഇതാണ് ലാസ്റ്റ് പേര് ചെയ്ത അവസാനത്തെ 4 മൂലകങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഇവരുടെ പേരുകൾ തീരുമാനിക്കപ്പെടാത്ത മൂലകങ്ങളുടെ പേരുകൾ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് പണ്ടുകാലത്ത് പേരുകൾ തീരുമാനിക്കപ്പെടാത്ത മൂലകങ്ങളെ സംഖ്യകൾ സൂചിപ്പിക്കുന്ന പദമൂലകങ്ങൾ, അതായത് നമ്മൾ ഭാവിയിൽ ഇതിനെ ഇന്ന പേരിലാണ് ഇടുക എന്ന് ആര് കണ്ടെത്തിയിട്ടുണ്ട്? നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയായിരിക്കും നോക്കാം. അപ്പം 0 എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? N അല്ലെങ്കിൽ നിൽ എന്നാണ് എഴുതുക അല്ലെങ്കിൽ വായിക്കുക. 1 അൺ അല്ലെങ്കിൽ യു, 2 ബൈ അല്ലെങ്കിൽ ബി, 3 ടി അല്ലെങ്കിൽ ട്രൈ, 4 ക്യൂ അല്ലെങ്കിൽ കോഡ്, 5 പി അല്ലെങ്കിൽ പെൻറ്റ്, H ആണെങ്കിലോ 6 ആണെങ്കിൽ H അല്ലെങ്കിൽ ഹെക്സ്, 7 ആണെങ്കിൽ S അല്ലെങ്കിൽ സെപ്റ്റ്, 8 ആണെങ്കിൽ ഒക്റ്റ് അല്ലെങ്കിൽ O, 9 ആണെങ്കിൽ E അല്ലെങ്കിൽ N എന്നീ പദമൂലകങ്ങൾ വെച്ചിട്ടാണ് പേരുകൾ മൂലകങ്ങളെ തീരുമാനിക്കുന്നതിന് മുമ്പ് സൂചിപ്പിക്കുന്നത്. ഈ പദമൂലകങ്ങൾ അറ്റോമിക് നമ്പറിന്റെ ക്രമത്തിൽ എഴുതിയതിന്റെ അവസാനം എന്തുകൂടെ ചേർക്കുന്നുണ്ട്? IUM എന്ന പേരും കൂടി ചേർത്തിട്ടാണ് പറയുക. മൂലകങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നൽകുന്ന താൽക്കാലിക പേരുകൾ എങ്ങനെയാണ്? അതായത് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചത് 118 എണ്ണാണെന്ന് പറഞ്ഞു. അപ്പോൾ താൽക്കാലികമായിട്ട് അതായത് 119 നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ പദമൂലകങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ പേരിടുക എന്നുള്ളതാണ് അവിടെ ഉദാഹരണമായിട്ട് കൊടുത്തത്. അതായത് 119 ആണെങ്കിൽ നമ്മൾ എങ്ങനെ പേരിടും? UUE അല്ലെങ്കിൽ എന്നിയം, അതായത് IUM ലാസ്റ്റ് വരുന്നുണ്ട് അല്ലേ, അങ്ങനെയാണ് പേര് കണ്ടെത്തി വെച്ചിരിക്കുന്നത്. അത് 119 പദമൂലം നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അത് കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്തു? നമ്മൾ ഇത് കൂട്ടിയിട്ട് പറയുകയാണ് ചെയ്യുക. ഇനി 120 ല്യൂബിയൻ അല്ലെങ്കിൽ അൺബൈനില്ലിയം, 121 അണ്ണിയം എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പം അതൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഇനി പറയാൻ പോകുന്നത്
ആറ്റത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചാണ്. അപ്പം നമ്മുടെ പീരിയോഡിക് ടേബിൾ, അതായത് നമ്മുടെ മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്ന പീരിയോഡിക് ടേബിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അല്ലേ? നമ്മുടെ കഴിഞ്ഞ രസതന്ത്രത്തിൻ്റെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അപ്പം അത് നോക്കുക, കാണാത്തവർ പോയി കാണണം. അതിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രൂപ്പിൻ്റെ മുകളിൽ നിന്നും താഴോട്ട് പോകും തോറും ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകളുടെ എണ്ണം എന്താണ് ചെയ്യുന്നത്? വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തായിരിക്കും? ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് പോകുമ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ആറ്റത്തിൻ്റെ വലുപ്പവും എന്താണ്? കൂടുകയാണ് ചെയ്യുക. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ സൈഡിൽ ഒന്നാം ഗ്രൂപ്പിൻ്റെ മൂലകങ്ങളുടെ ആറ്റത്തിൻ്റെ വലുപ്പം കൂടുന്നതാണ് ഉദാഹരണമായിട്ട് അവിടെ കാണിച്ചു തന്നിട്ട്. അത് കൂടുതലൊന്നും അതിൽ പറയാനില്ല. ആറ്റത്തിൻ്റെ വലുപ്പം കൂടുന്നു മാത്രം മനസ്സിലാക്കി വെക്കുക. ഇനി പീരിയോഡിൽ, അതായത് ഇടത്തു നിന്ന് വലത്തോട്ട് പോകും തോറും ന്യൂക്ലിയസിൻ്റെ പ്രോട്ടോണുകളുടെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിക്കുന്നുണ്ട്. അതനുസൃതമായിട്ട് എന്ത് നടക്കുന്നുണ്ട്? ഇലക്ട്രോണിൻ്റെ സമൂഹം ന്യൂക്ലിയസിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ടൈറ്റ് ആയിട്ട് നിൽക്കുക ചെയ്യുക. അപ്പം ആറ്റത്തിൻ്റെ വലുപ്പം എന്താണ്? കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഗ്രൂപ്പിൽ താഴോട്ട് പോകുമ്പോൾ കൂടും, പീരിയഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ വലിപ്പം കുറയുകയും ചെയ്യുന്നു. ഇനി അടുത്ത ഒരു ഇതെന്ന് പറയുന്നത് എന്താണ്? വിദ്യുദ്രണത എന്താണെന്നാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയും. എന്താണ് വിദ്യുദ്രണത എന്ന് നോക്കാം. സഹസംയോജക, അതായത് ഒരു മൂലകം വേറൊരു മൂലകമായിട്ട് സംയോജിച്ച് നിൽക്കുന്ന ബന്ധത്തിനെയാണ് സഹസംയോജക എന്ന് പറയുന്നത്, ബന്ധം എന്ന് പറയുന്നത്. ഇങ്ങനെ സഹസംയോജക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഇലക്ട്രോണുകൾ എന്താണ്? നമ്മുടെ ഷെല്ലിൽ കാണുന്ന അല്ലെ ഇലക്ട്രോണുകളെ തങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള ഒരു ആറ്റത്തിന്റെ പ്രവണതയെയാണ് വിദ്യുത് രണത എന്ന് പറയുന്നത്. അപ്പൊ അതാണെന്ത്? ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇത് പ്രധാനമായും ആറ്റത്തിന്റെ വലിപ്പത്തിനെയും ഇലക്ട്രോൺ നേടാനോ നഷ്ടപ്പെടാനോ ഉള്ള കഴിവിനെയും ആശ്രയിച്ചിരിക്കും. അപ്പം ഒരു മൂലകത്തിന് ഇലക്ട്രോൺ നഷ്ടപ്പെടാനുണ്ടെങ്കിൽ അതിന് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണ്? പോസിറ്റീവ്. അങ്ങനെ ഇലക്ട്രോൺ നേടാനോ നഷ്ടപ്പെടാനോ ഉള്ള ഒരു ആറ്റത്തിൻ്റെ ഇതിനെയാണ് എന്ത് പറയുന്നത്? നമ്മുടെ വിദ്യുദ്രണത്താണ് പറയുന്നത്. ഇനി ആറ്റത്തിൻ്റെ വലിപ്പം കുറയും തോറും അതിൻ്റെ വിദ്യുദ്രണത വർദ്ധിക്കുന്നു. അപ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കുറയുകയാണെങ്കിൽ വിദ്യുദ്രണത എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അത് കുറയുമ്പം ഇത് കൂടുന്നുണ്ട്. അതിനാൽ പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്നതോറും ഇടത്ത് നിന്നും വലത്തോട്ട് പോകുന്നതോറും എന്ത് സംഭവിക്കുന്നതാണ്? വിദ്യുദ്രണത കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആറ്റത്തിൻ്റെ കേസിൽ കുറയാണ് അല്ലേ? അങ്ങനെ പോകുമ്പം ഗ്രൂപ്പിൽ നിന്ന് ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പം ആറ്റത്തിൻ്റെ വലിപ്പം കുറയാണ് ചെയ്യുന്നത്. പക്ഷേ വിദ്യുദ്രണത എന്താ ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു, വിദ്യുദ്രണത എന്ത് ചെയ്യുന്നുണ്ട്? കുറയുകയാണ് ചെയ്യുന്നത്. ഇനി മൂലകങ്ങളുടെ വിദ്യുദ്രണത താരതമ്യം ചെയ്യാൻ ലിനസ് പോളിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ, അങ്ങനെ ഒരു ലിനസ് പോളിങ്ങിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ഉപകരണം ഉണ്ട്. അതുപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മറ്റുള്ള മൂലകങ്ങളുടെയും നമ്മൾ ഒരു മൂലകം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെയും എന്താണ് വിദ്യുദ്രണത എത്രയാണെന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ അത് ആ അക്കം വെച്ചിട്ട് കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ താരതമ്യം ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തൊരു ഇതെന്ന് പറയുന്നത് ലോഹീയ സ്വഭാവം. ഈ പീരിയോഡിക് ടേബിളിൽ വരുന്ന കുറച്ച് മൂലകങ്ങൾക്ക് വരുന്ന പ്രത്യേക സ്വഭാവങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി ആവർത്തന പട്ടികയുടെ ഇടതുഭാഗത്തും മധ്യഭാഗത്തുമായിട്ടാണ് ലോഹീയ സ്വഭാവമുള്ള, അതായത് ലോഹങ്ങൾ കാണുന്നത് എന്നാണ് പറയുന്നത്. ആവർത്തന പട്ടികയുടെ എവിടെയാണ്? ഇടത് ഭാഗത്തും മധ്യഭാഗത്തും. രാസപ്രവർത്തനത്തിൽ ലോഹത്തിന്റെ ആറ്റങ്ങൾ ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണായി മാറാൻ ശ്രമിക്കുന്നുണ്ട്. അതിനാൽ ലോഹങ്ങൾക്ക് എന്താണ്? വിദ്യുദ്ധനതാ മൂലകങ്ങൾ എന്നും ലോഹങ്ങളെ വിളിക്കുന്നുണ്ട്. വിദ്യുദ്ധനതാ മൂലകങ്ങൾ എന്നാണ് ലോഹങ്ങളെ മെയിനായിട്ട് വിളിക്കുന്നത്. അതായത് ലോഹീയ സ്വഭാവമുള്ള ആൾക്കാർ അവരെവിടെയുള്ളത്? ഇടതുഭാഗത്തും അല്ലെങ്കിൽ മധ്യഭാഗത്തുമായിട്ടാണ് അവർ കാണപ്പെടുന്നത്. ഈ ഗ്രൂപ്പിന്റെ കേസിൽ പറയുകയാണെങ്കിൽ താഴേക്ക് വരും തോറും ലോഹങ്ങളുടെ ലോഹീയ സ്വഭാവം എന്ത് ചെയ്യുന്നുണ്ട്? കൂടി വരുന്നുണ്ട്. പിരീഡിലാണെങ്കിലോ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകും തോറും ആറ്റത്തിന്റെ വലുപ്പം കുറഞ്ഞു വരുന്നതിനാൽ ലോഹീയ സ്വഭാവം എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. ഇനി ചില എക്സെപ്ഷൻ കേസ് ഒക്കെ ഉണ്ട്, അതൊന്നും നമുക്കിപ്പോൾ പഠിക്കാനില്ല, നമ്മൾ ഭാവിയിൽ നോക്കാനുള്ള കാര്യങ്ങളാണ്. അടുത്ത പ്രോപ്പർട്ടി എന്താണ്? അയോണീകരണ ഊർജം, അയോണൈസേഷൻ എനർജി. എന്താണ് അയോണീകരണ ഊർജം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു മൂലകത്തിന്റെ, അതായത് ഇലക്ട്രോൺ നഷ്ടപ്പെടുകയോ നേടുകയോ ചെയ്ത് കഴിയുമ്പോൾ ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ചാർജ് ഉള്ളവയായി തീരുന്നുണ്ട് അല്ലേ? നമുക്കറിയാം ഒരു മൂലകത്തിന് ഒരു ഇലക്ട്രോൺ ഒന്നുകിൽ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നേടുകയോ ചെയ്യുമ്പോൾ
അവരെന്തായിട്ട് മാറും? ചാർജ് ഉള്ള ആൾക്കാരായിട്ട് മാറും അല്ലേ? ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ അവർക്ക് എന്ത് ചാർജാണ് കിട്ടുക? പോസിറ്റീവ് ചാർജ്. നേടിയാലോ അവര് നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറും. അപ്പം ചാർജ് ഉള്ള ആറ്റങ്ങളെ അയോണുകൾ എന്നാണ് പറയുക. ചാർജ് ഉള്ള ആറ്റങ്ങൾ എന്ത് നമ്മൾ വിളിക്കുന്നത്? അയോണുകൾ. ആറ്റങ്ങളിൽ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാൽ അതിന് വൈദ്യുതി ന്യൂട്രാലിറ്റി ഉണ്ട്. അപ്പം ഒരു ആറ്റത്തിന് പ്രോട്ടോണുകളുടെ ഇലക്ട്രോണും തുല്യമായി ഇരിക്കുന്നത് കൊണ്ടാണ് ഒരു ആറ്റം എപ്പോഴും ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ ഉദാസീനമായിട്ട് ഇരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ചാർജ് ഉള്ളതാണെങ്കിൽ ഒന്നെങ്കിൽ നഷ്ടപ്പെടണം, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കിട്ടണം. അപ്പോൾ എന്നാൽ ആറ്റത്തിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ അത് പോസിറ്റീവ്, നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പം നഷ്ടപ്പെടുകയാണെങ്കിലാണ് പോസിറ്റീവ് അയോൺ ആയിട്ട് മാറുക. നമ്മൾ എന്തെങ്കിലും ഒരു നല്ലത് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധനം നമ്മൾ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്? നന്മയാണല്ലോ വരിക. അപ്പം നമുക്ക് എന്താണ്? പോസിറ്റീവ് അയോൺ ആയിട്ട് നമ്മൾ മാറും. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനിയിപ്പോൾ ഒരു ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയസിന്റെ ആകർഷണ ബലത്തിൽ നിന്ന് ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കുന്നതിനും എന്താണ് ആവശ്യമാണ്? ഊർജം ആവശ്യമാണ്. ഇപ്പം നമ്മൾ നെഗറ്റീവ് അയോൺ ആയിട്ട് മാറുക എങ്ങനെയാണ്? നമ്മൾ വേറൊരാളത് നമ്മൾ എടുക്കുക. അതായത് നമുക്കൊന്ന് കിട്ടുകയാണെങ്കിൽ നമ്മളിപ്പോൾ വേറൊരാളത് തട്ടിപ്പറിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പം നമ്മളൊരു തിന്മ ചെയ്യുന്നത് പോലെ തോന്നും അല്ലേ? അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? നമുക്ക് നെഗറ്റീവ് എനർജിയാണ്. അപ്പം നെഗറ്റീവ് അയോൺ ആയിട്ട് മാറുന്നു. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പം നമ്മൾ ഒന്ന് നഷ്ടപ്പെടുമ്പോൾ, അതായത് നമ്മൾ ഒരു കാര്യം നന്മ ചെയ്യുമ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളത് ഉള്ളത് നമ്മൾ കൊടുക്കുന്നു. അപ്പം നമ്മൾ പോസിറ്റീവ് അയോൺ ആവുന്നു. അല്ലെങ്കിൽ നമ്മൾ തിന്മ ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിയുള്ളവരത് എടുക്കുന്നു. അപ്പം നമുക്ക് എന്താണ്? നെഗറ്റീവ് അയോൺ ആയിട്ട് നമ്മൾ മാറുന്നു. അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. ഇനി വാതകാവസ്ഥയിലുള്ള സ്വതന്ത്ര ആറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരുന്ന ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ മാത്രം ആവശ്യമായ ഊർജമാണ് മൂലകത്തിന്റെ അയോണീകരണ ഊർജം. ഇത് നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. എന്താണ് അയോണീകരണ ഊർജം എന്ന് പറയുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ പോലെ നമ്മൾ ആൻസർ ആക്കിയിട്ട് എഴുതുമ്പം എന്ത് വേണം? ഈ ഒരു ഡെഫിനിഷൻ വേണം. അപ്പം അതെന്തായാലും പഠിച്ചു വെക്കുക. വാതകാവസ്ഥയിലുള്ള സ്വതന്ത്ര ആറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ മാത്രം ആവശ്യമായ ഊർജമാണ് മൂലകത്തിന്റെ അയോണീകരണ ഊർജം. ഇപ്പൊ ബാഹ്യതമ ഷെല്ലിൽ എന്താ സംഭവിക്കുന്നത്? അതായത് നേടുകയാണോ നഷ്ടപ്പെടുകയാണോ എന്നനുസരിച്ചിട്ടാണ് നമ്മുടെ അയോണീകരണ ഊർജത്തിന്റെ കാര്യം പറയുന്നത്. അയോണീകരണ ഊർജം രണ്ട് പ്രധാന ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് രണ്ട് പ്രധാന ഘടകങ്ങൾ നോക്കിയാലോ? ആറ്റത്തിന്റെ വലിപ്പവും ന്യൂക്ലിയർ ചാർജും അനുസരിച്ചിട്ടാണ് എന്ത് രണ്ട് അയോണിക ഊർജം ആശ്രയിച്ചിരിക്കുന്നത്. അപ്പം അത് മെയിനായിട്ട് നല്ല ആലോചിച്ചിരിക്കേണ്ട പോയിന്റാണ്. അയോണീകരണ ഊർജം രണ്ട് പ്രധാന ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ആറ്റത്തിന്റെ വലിപ്പവും ന്യൂക്ലിയർ ചാർജും. അത് മറന്നു പോകരുത് കേട്ടോ. ഇനി ആറ്റത്തിന്റെ വലിപ്പം കൂടുന്തോറും ന്യൂക്ലിയസിന് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിന് മേലുള്ള ആകർഷണ ബലം കുറയുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് എന്താണ്? അയോണീകരണ ഊർജവും കുറയുന്നു. ഇനി ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരും തോറും അയോണീകരണ ഊർജം എന്താണ് സംഭവിക്കുന്നത്? ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് വരുമ്പം കുറയുന്നു. എന്നാൽ പിരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോഴോ അത് കൂടാണ് ചെയ്യുന്നത്. അപ്പൊ ഗ്രൂപ്പിന്റെ കാര്യം കുറയുകയാണെങ്കിൽ പീരീഡിൽ എന്തായിരിക്കും? കൂടുകയും ചെയ്യാന്നുള്ളൊരു ചെറിയൊരു കാര്യം ആലോചിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യമൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ ആറ്റം പോസിറ്റീവ് അയോണായി മാറുന്നു. നമ്മൾ പറഞ്ഞു അല്ലേ? നന്മ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോസിറ്റീവ്, നമ്മൾ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പോസിറ്റീവ്, ഇല്ലെങ്കിൽ നമ്മൾ ഒരാളിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? തിന്മ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെഗറ്റീവ്. അതിന്റെ ഫലമായി സഫല ന്യൂക്ലിയർ ചാർജ് വർദ്ധിക്കുകയും അയോണീകരണ ഊർജം കൂടുകയും ചെയ്യുന്നു. ഇനി ന്യൂക്ലിയർ ചാർജ് വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്ത് നടക്കുന്നുണ്ട്? അയോണീകരണ ഊർജം വർദ്ധിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? നമ്മൾ അടുത്തയിലേക്ക് പോവാ അല്ലേ? സമയങ്ങളല്ല. അയോണിക ബന്ധനം എന്താണെന്നാണ് അടുത്തത് പറയാൻ പോകുന്നത്. അയോണിക ബന്ധനം എന്നത് അയോണിക സംയുക്തങ്ങളിലെ വിപരീത ചാർജുള്ള അയോണുകൾ തമ്മിലുള്ള ആകർഷണത്തിന് കാരണമായ ഒരു തരം രാസബന്ധനമാണ്. അപ്പം ഒരു അയോണിക ബന്ധനത്തിലുള്ള രണ്ട് അയോണിക സംയുക്തങ്ങൾ തമ്മിലുള്ള വിപരീത ചാർജുള്ള അയോണുകളെ തമ്മിലുള്ള ആകർഷണം, അവർ തമ്മിലുള്ള ഒരു അട്രാക്ഷൻ ആണ് എന്ത് പറയുന്നത്? ഈ അയോണിക ബന്ധനം എന്ന് പറയുന്നത്. ഈ അയോണുകൾ ഒന്നോ അതിലധികമോ ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്ത ആറ്റങ്ങളോ ഇലക്ട്രോണുകൾ സ്വീകരിച്ച ആറ്റങ്ങളോ ആണ്. ഒന്നെങ്കിൽ അവർ വിട്ടുകൊടുത്ത ആൾക്കാരാവും, അല്ലെങ്കിൽ നമ്മൾ അയോണുകളെ കുറിച്ച് പറഞ്ഞല്ലോ അല്ലേ? ഒന്നെങ്കിൽ വിട്ടുകൊടുത്ത ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ അതെന്തായിരിക്കാം?
സ്വീകരിച്ച ആറ്റങ്ങൾ ആയിരിക്കാം. അയോണിക ബന്ധനം വഴിയുണ്ടാകുന്ന സംയുക്തങ്ങളെ അയോണിക സംയുക്തങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പൊ അയോണിക ബന്ധനം ഉണ്ടാകുന്ന സംയുക്തങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് വിളിക്കുന്നുള്ളൂ? അയോണിക സംയുക്തങ്ങൾ എന്ന് വിളിക്കും. സോഡിയം ആറ്റവും ക്ലോറിൻ ആറ്റവും ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യുന്ന രീതി ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നതാണ് നമ്മുടെ താഴെ കാണിച്ചിരിക്കുന്നത്. ആ ചിത്രീകരണത്തിലേക്ക് ഒന്ന് നോക്കിയേ. സോഡിയത്തിനെ കണ്ടോ? സോഡിയവും ക്ലോറിനും കൂടി ചേർന്നിട്ട് സോഡിയം ക്ലോറൈഡ് ആവുന്ന ഒരു പ്രക്രിയയാണ് അവിടെ ചിത്രീകരണത്തിൽ കാണിക്കുന്നത് അല്ലേ? അപ്പം സോഡിയം ക്ലോറൈഡ് രൂപീകരണത്തിൽ ഓരോ മൂലക ആറ്റത്തിലും നടക്കുന്ന ഇലക്ട്രോൺ കൈമാറ്റം അവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ? സോഡിയത്തിന്റെ പുറത്ത് ഒരൊറ്റ ബാഹ്യതമ ഷെല്ലിൽ ഒറ്റ ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ കൂടിയപ്പോൾ എന്ത് ചെയ്തു? അത് നമ്മുടെ NaCl ആയിട്ട് മാറിയപ്പം അതിലേക്ക് Cl കൊടുത്തപ്പം ആ Cl-ലുള്ള 7 പുറത്തേക്ക് ഒന്ന് കൊടുത്തപ്പോൾ എന്ത് ചെയ്യുന്നു? അത് 8 മാറി. അപ്പം ഇതിൻ്റെയും പുറത്ത് കറക്റ്റ് ആണ്, അതിൻ്റെയും പുറത്ത് കറക്റ്റ് ആണ്. അപ്പോൾ 2 8 ആവും, 2 8 8 ആവും. ഇത് 2 8 1 ആയിരുന്നു സോഡിയം, 2 8 7 ആയിരുന്നു ക്ലോറിൻ. അപ്പം സോഡിയത്തിൻ്റെ ഒന്ന് പോയാൽ നമ്മുടെ ബാഹ്യതമ ഷെല്ലിൽ എന്തായിരിക്കും? 8 ഉണ്ടാവും. ക്ലോറിനിൽ ഒന്ന് കിട്ടിയാൽ ബാഹ്യതമ ഷെല്ലിൽ 8 ആയിരിക്കും. അപ്പോൾ അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സാധനമായിട്ട് മാറും. അപ്പോൾ അതാണ് NaCl. അതാണ് ചിത്രീകരണത്തിൽ കാണിച്ചത്. ഇനി ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രത്തിലേക്ക് നോക്കിയേ. എണ്ണയുടെ മുകളിൽ ഒരു കുത്തിട്ടുണ്ട്, നമ്മുടെ Cl-ന്റെ മുകളിൽ 7 എണ്ണായിട്ടുണ്ട്. NaCl രൂപീകരിക്കുമ്പോൾ എന്തായിരുന്നു? പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ചാർജ് അവർക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ Na കൊടുക്കുകയാണല്ലേ ചെയ്തത്, അപ്പോൾ Naക്ക് എന്താണ്? പോസിറ്റീവായിട്ടുള്ള ചാർജാണ് കിട്ടിയത്. Cl വാങ്ങുകയാണ് ചെയ്തത്, അപ്പം അതിന് നെഗറ്റീവ് ആയിട്ടുള്ളത്. അത് അത്രയേ ഉള്ളൂ നമ്മുടെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രത്തിൽ കാര്യമായിട്ട്. ഇനി എന്താണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്ന് നമുക്ക് നോക്കാം. മൂലകത്തിന്റെ പ്രതീകത്തിന് ചുറ്റും ഇലക്ട്രോണുകളെ കുത്തുകൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതിയെയാണ് നമ്മൾ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്ന് വിളിക്കുന്നത് അല്ലേ? ആദ്യമായിട്ട് ഈ രീതി ആരംഭിച്ചത് ആരാണ്? ഗിൽബർട്ട് ലൂയിസ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് ഈ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്ന് പറഞ്ഞ രീതി നമുക്ക് ആരംഭിച്ചു തന്നത്. ഇനി കുത്തുകൾക്ക് പുറമെ ഗുണന ചിഹ്നങ്ങൾക്കും നമ്മൾ ഉപയോഗിച്ചിട്ട് വെക്കാറുണ്ട്, നമ്മൾ ഉപയോഗിച്ചിട്ട് എന്താണ് വരയ്ക്കാറുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കുത്തോ ഗുണനചിഹ്നമോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. മൂലകത്തിന്റെ പ്രതീകത്തിന് ചുറ്റും ബാഹ്യതമ ഷെൽ ഇലക്ട്രോണുകളെ മാത്രമാണ് രേഖപ്പെടുത്തുന്നത്. അപ്പം ബാഹ്യതമ അതായത് പുറത്തുള്ള ഷെല്ലിൽ എത്ര എണ്ണം ഇല്ല എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രത്തിൽ രേഖപ്പെടുത്തേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ മഗ്നീഷ്യവും ഓക്സിജനും ചേർന്ന് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്ന ഇലക്ട്രോൺ ഡയഗ്രാം ആണ് അവിടെ കാണിച്ചിരുന്നത്. നോക്കിയേ, മഗ്നീഷ്യത്തിന്റെ Mgയിൽ 2 8 2 ആണ് അല്ലേ? ബാഹ്യതമ ഷെല്ലിൽ എത്ര എണ്ണം ഉണ്ട്? 2. അതാണ് Mgന്റെ മുകളിൽ 2 കുത്തിട്ടുള്ളത്. ഇനി ഓക്സിജന്റെ മേലെ നോക്കിയേ, 2 6 ആണ്. പുറത്ത് എത്രയാണ്? 6. ബാഹ്യതമ ഷെല്ലിൽ 6 എണ്ണാണല്ലോ. അപ്പം മഗ്നീഷ്യത്തിന്റെ 2 പോയാലും നമുക്ക് എന്ത് ചെയ്യുന്നു? കുഴപ്പമില്ല, 2 8 മഗ്നീഷ്യം നിന്നോളും. ഓക്സിജന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ 6 ഉള്ളത് 8 ആവണമെങ്കിൽ 2 എണ്ണം കിട്ടണം. അപ്പം ഈ 2 എണ്ണം അങ്ങോട്ട് കൊടുത്താൽ എന്തായിരിക്കും? അവിടെ 2 8 ആവും. അപ്പം അത് പൂർണ്ണമായിട്ട് നിന്നോളും. അപ്പോൾ മഗ്നീഷ്യം ഓക്സൈഡിന്റെ കേസിൽ നോക്കിക്കേ, Mg 2 എണ്ണം വിട്ട് കൊടുത്തു, അപ്പം അതിന് പോസിറ്റീവ് 2+. ഓക്സിജനോ, അതായത് അത് വിട്ട് കൊടുക്കുകയല്ല ചെയ്ത് വാങ്ങുക ചെയ്തത്. അപ്പം 2- എന്നാണ് മുകളിൽ സൂചിപ്പിച്ചിരുന്നത്. കറക്റ്റ് ആയില്ലേ? നമുക്ക് മനസ്സിലാവുന്നില്ലേ? ഉണ്ടല്ലേ? ഇനി ഒരു ഫ്ലൂറിൻ തന്മാത്രയിൽ 2 ഫ്ലൂറിൻ ആറ്റങ്ങൾ രാസബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വഴി മനസ്സിലാക്കാനുള്ളത്. അതായത് ഫ്ലൂറിനും കൂടി ഉള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കാനുള്ള രീതിയാണ്. കണ്ടില്ലേ തന്മാത്ര എങ്ങനെയാണ് നിൽക്കുന്നതെന്ന്? ഫ്ലൂറിന് പുറത്ത് 7 എണ്ണയാണുള്ളത്. 2 ഫ്ലൂറിൻ ആകുമ്പോൾ 2നും 7 എണ്ണം. അപ്പോൾ 2ഉം കൂടി കൂടിയാൽ നമുക്ക് ഇങ്ങനെ ചിത്രീകരണത്തിൽ കാണുന്ന പോലെ നിൽക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ വരയ്ക്കുമ്പോൾ എന്താണ്? മറ്റുള്ളതിൻ്റെ 8 ആക്കിയിട്ട് ഇപ്പുറത്തും എഴുതാം അപ്പുറത്തും ആക്കാം. അങ്ങനെ വരച്ചാൽ അങ്ങനെ വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ചിത്രീകരണം പഠിച്ചിട്ട് പോകണം. ഫ്ലൂറിൻ്റെയൊക്കെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ചിത്രീകരണമാണ്. ഇനി നോക്കാൻ പോകുന്നത് ഫ്ലൂറിൻ തന്മാത്ര നമ്മൾ പറഞ്ഞു അല്ലേ? രൂപീകരണത്തിൽ ഒരു ജോഡി ഇലക്ട്രോൺ പങ്കുവച്ചതിനാൽ ഇതിനെന്ത് പറയുന്നു? നമ്മൾ ഫ്ലൂറിനിൽ നമ്മൾ പറഞ്ഞു 7 പുറത്തുള്ളത് അല്ലേ? അപ്പോൾ അത് 2 ഫ്ലൂറിൻ അങ്ങനെയും ഇങ്ങനെയും വട്ടത്തിൽ നമ്മൾ 2നും കിട്ടുന്ന രീതിയിൽ വരച്ചു വെക്കുന്ന ഈ ഒരു ബന്ധനത്തിന് എന്ത് നമ്മൾ പറയുന്നത്? ഏകബന്ധനം എന്നാണ്. ഈ ഫ്ലൂറിൻ തന്മാത്ര ഇങ്ങനെ ഇലക്ട്രോൺ പങ്കുവെക്കുന്നതിന് നമ്മൾ പറയുന്ന പേര് ഏകബന്ധനം എന്നാണ്. മറന്നുപോയത് കേട്ടോ. ഏകബന്ധനം, ഫ്ലൂറിനിലുള്ളത് ഏകബന്ധനം. ഈ ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മൂലകങ്ങളുടെ പ്രതീകങ്ങൾ ഒരു ചെറിയ വര കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. അപ്പം ഒരു ചെറിയ വര കൊണ്ടിട്ടാണ് നമ്മൾ ഈ ഫ്ലൂറിനെ
എന്ത് ചെയ്യുക, കാണിക്കുക കേട്ടോ. പ്രതീകം എഫ് എന്ന് പറഞ്ഞ് അവിടെ താഴെ കൊടുത്തിരിക്കുന്ന രീതിയിലാണ് നമ്മളിതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്സിജൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഓക്സിജൻ, നൈട്രജൻ തന്മാത്രകളും എങ്ങനെയാണ് ഈ രാസബന്ധത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഓക്സിജൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്ലൂറിൻ്റെ പോലെ 2 ആണോ ഷെയർ ചെയ്യുന്നത്? അല്ല, 4 ഷെയർ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ പുറത്ത് എത്രയാണ്? ബാഹ്യതമ ഷെല്ലിൽ 6 ഇലക്ട്രോൺ. അപ്പോൾ 2 അവിടെ നിന്നും വേണം, 2 ഇവിടെ നിന്നും വേണം. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഓയും നടുവിൽ ഷെയർ ചെയ്തതിൻ്റെ 4 ഇലക്ട്രോൺ ആണ് കാണിക്കുന്നത്. ഈ നൈട്രജൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 3 ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നത് എന്നാണ് അടിയിൽ കൊടുത്തിരുന്ന ചിത്രീകരണം നോക്കിയാൽ O 2 ബോണ്ടാണ് അല്ലേ, N 3 ബോണ്ടാണുള്ളത്. അപ്പം അതിനെ ഓക്സിജൻ്റെന് ദ്വിബന്ധനമെന്നും നൈട്രജൻ്റെന് ത്രിബന്ധനമെന്നും, ഫ്ലോറിൻ്റെ എന്തായിരുന്നു? ഏകബന്ധനം. അപ്പോൾ ഓക്സിജൻ മാത്രയിൽ ദ്വിബന്ധനം 2 ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെച്ചുണ്ടാകുന്ന സംയോജന ബന്ധനം. അത് വായിച്ചാൽ മതിയിട്ട് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണത്. എത്ര ഇലക്ട്രോൺ പങ്കുവെച്ചു, അപ്പം അതിൻ്റെ പേര് ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. എത്ര ഇലക്ട്രോൺ പങ്കുവെക്കുന്നു അത് വെച്ചിട്ടാണ് നമ്മൾ ആ ബന്ധനത്തിൻ്റെ കാര്യം പറയുന്നത്. ഏകബന്ധനമാവാം, ദ്വിബന്ധനമാവാം, ത്രിബന്ധനവും ആവാം. മറ്റുദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മൾ കാർബണിൻ്റെ ക്ലോറിൻ്റെ 4 ക്ലോറൈനും കൂടി കൂട്ടിച്ചേർത്താൽ എന്ത് വരുന്നു? കാർബൺ ക്ലോറൈഡ് എന്ന് പറഞ്ഞ, കാർബൺ ടെട്രാ ക്ലോറൈഡ് എന്ന് പറഞ്ഞ ഒരു സംഭവം കിട്ടുന്നുണ്ട്. അതിൻ്റെ ചിത്രീകരണമാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വെച്ചിട്ട് അവിടെ കാണിച്ചത്. ഇതൊക്കെ എന്താണ്? ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ട് തന്നെ, വരച്ച് പഠിച്ചിട്ട് തന്നെ നമ്മൾ പോകണം എന്നാണ് പറയാനുള്ളത്. ഇനി രാസബന്ധനവും വിവിധ സംയുക്തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളും എങ്ങനെയാണ് നോക്കുന്നത്. കുറച്ച് ഗുണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ഗുണങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അതിൻ്റെ അവസ്ഥ, മൂലകങ്ങളുടെ സ്വഭാവം, ലേയത്വം, അതൊക്കെയാണ് ഗുണങ്ങളായിട്ട് കൊടുത്തത്. ഏത് തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്? അയോണിക സംയുക്തവും സഹസംയോജക സംയുക്തവും തമ്മിലുള്ളതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അയോണിക സംയുക്തത്തിൽ ഖരാവസ്ഥയിലായിരിക്കും മെയിനായിട്ട് കാണപ്പെടുന്നത്. സഹസംയോജിക സംയുക്തത്തിൽ ഏതൊക്കെ കാണപ്പെടുക? ഖരം കാണാം, ദ്രാവകം കാണാം, വാതകവും കാണാം. ഇനി അയോണിക സംയുക്തങ്ങളിലെ മൂലകങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്? ലോഹങ്ങളും അലോഹങ്ങളും തമ്മിലായിരിക്കും അയോണിക സംയുക്തം നടക്കുന്നത്. ഇനി സഹസംയോജിക സംയുക്തത്തിലോ അലോഹ മൂലകങ്ങൾ തമ്മിലായിരിക്കും നടക്കുന്നത്. ഇനി ലേയത്വം എങ്ങനെയായിരിക്കും? അയോണിക സംയുക്തത്തിൽ ജലത്തിൽ ലയിക്കുന്നവയാണ്. സഹസംയോജക സംയുക്തം എങ്ങനെയാണ്? ജലത്തിൽ ലയിത്വം വളരെ കുറവായിരിക്കും. ഓർഗാനിക് ലായകങ്ങളിൽ ലയിക്കുന്നവയാണ്. വൈദ്യുത ചാലകതയോ ഉരുകിയ അവസ്ഥയിലും ലായനീയായിരിക്കുമ്പോഴും വൈദ്യുതി കടത്തി വിടുന്നു ആണ് അയോണിക സംയുക്തത്തിൽ നടക്കുന്നത്. അതായത് അയോണിക സംയുക്തത്തിൽ വൈദ്യുതി കടത്തിവിടുന്നുണ്ട്. ഇനി സഹസംയോജിക സംയുക്തത്തിൽ വൈദ്യുതി പൊതുവെ കടത്തിവിടില്ല. പിന്നെ ദ്രവണാങ്കം തിളനില എന്നത് അയോണിക സംയുക്തത്തിൽ ഉയർന്നതാണ്, മറ്റേതിൽ പൊതുവെ കുറവായിരിക്കും. അപ്പം ഈ ഒരു പെട്ടി നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ട് പോകണം. കാരണം ഇതേപോലെ തന്നെ നമുക്ക് എന്താണ് ചോദ്യം, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അടുത്ത നോക്കാനുള്ളത് എന്താണ്? സംയോജകത. മൂലകങ്ങൾ രാസബന്ധത്തിൽ ഏർപ്പെട്ട് സ്ഥിരത കൈവരിക്കാനായി ഇലക്ട്രോൺ കൈമാറ്റം നടത്തുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്നു. ഇങ്ങനെ സംയോജിക്കാനുള്ള മൂലക ആറ്റങ്ങളുടെ കഴിവിനെയാണ് എന്ത് പറയുന്നത്? സംയോജകത. അതായത് സംയോജിക്കാനുള്ള മൂലകങ്ങളുടെ കഴിവിനെയാണ് ചുരുക്കി പറഞ്ഞാൽ എന്ത് പറയുന്നത്? സംയോജകത എന്ന് പറയുന്നത്. അപ്പം മൂലകങ്ങൾ ഒരു രാസബന്ധനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അവരുടെ സ്ഥിരത എന്താണ്? അവർക്ക് എപ്പോഴും സ്റ്റേബിൾ ആയിട്ട്, അതായത് സ്ഥിരത കൈവരിക്കാനാണ് അവർ നോക്കുക. അപ്പം അങ്ങനെ സ്ഥിരത കൈവരിക്കുമ്പോൾ അവരെന്ത് ചെയ്യണം? ഒരു മറ്റു ഇലക്ട്രോൺ എന്ത് ചെയ്യണം? കൈമാറ്റം ചെയ്യേണ്ടി വരും. അപ്പം സംയോജിക്കാൻ ഉള്ള മൂലക ആറ്റങ്ങളുടെ കഴിവിനെയാണ് സംയോജകത എന്ന് വിളിക്കുന്നത്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു ആറ്റം വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണത്തിന് അതിൻ്റെ സംയോജകതയായിട്ട് പരിഗണിക്കാൻ വേണ്ടി പറയും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ ആറ്റം വിട്ടുകൊടുക്കുകയാവാം, അല്ലെങ്കിൽ സ്വീകരിക്കുകയാവാം, അല്ലെങ്കിൽ പങ്കുവെക്കുകയാവും. ഇതിൽ ഏത് നടക്കുന്നതോ അതിൻ്റെ ആ ഒരു എണ്ണത്തിനനുസരിച്ചാണ് നമ്മൾ ഒരു മൂലകത്തിൻ്റെ സംയോജകത എത്രയാണെന്നുള്ളത് എണ്ണീട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കാം. ഇനി സോഡിയം ക്ലോറൈഡ് രൂപീകരണത്തിൽ സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയും ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചു അല്ലേ സോഡിയം ക്ലോറൈഡിൻ്റെ കാര്യം. അതുകൊണ്ട് സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും സംയോജകത എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? 1. നമ്മൾ പഠിച്ചു അല്ലേ, ചിത്രീകരണത്തിൽ പഠിച്ചില്ല. അപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത കുറച്ച് സംയോജകതയും സംയുക്തത്തിൻ്റെ രാസസൂത്രവുമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എണ്ണം ഒന്ന് നോക്കി വെക്കണം. നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ തന്നെ ചോദിക്കാൻ വേണ്ടി സാധ്യത കൂടുതലാണ്. സോഡിയം ക്ലോറൈഡിൻ്റെ കേസിലാണെങ്കിൽ
Na1Cl1 എന്നാണ് എഴുതുക. ഇത് നമ്മൾ ക്രോസ് ചെയ്തിട്ടാണ് പറയുക കേട്ടോ. Na-ൻ്റെ 1 നമ്മൾ Cl-ൻ്റെ അടിയിലും Cl-ൻ്റെ 1 നമ്മൾ എഴുതുമ്പം അതിൻ്റെ മറ്റേതിൻ്റെ അടിയിലാണ് എഴുതുന്നത്. Mg2ൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ AlCl-ൻ്റെ കാര്യം നോക്കുക. Al-ൻ്റെ സംയോജകതയുടെ നമ്മൾ Cl-ൻ്റെ അടിയിലാണ് എഴുതുക. AlCl3 എന്നാണ് പറയുക. പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം? Al3Cl1 എന്നാണ് പറയുക സംയോജകത എണ്ണം ചോദിച്ചാൽ. പക്ഷെ നമ്മൾ സംയുക്തത്തിൻ്റെ രാസസൂത്രം എഴുതുമ്പം AlCl3 എന്നാണ് പറയുക. അത് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുക കേട്ടോ. CCl4ൻ്റെ ഒന്ന് നോക്കിയേ. സംയോജകത പറയുമ്പോൾ നമ്മൾ സീൻ്റെത് 4ഉം Cl-ൻ്റെത് 1ഉം ആക്കിയിട്ട് പറയും. പക്ഷെ സംയുക്തത്തിൻ്റെ രാസസൂത്രം എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? CCl4 ക്രോസ് ചെയ്തിട്ട് വേണം എഴുതാൻ. CaO അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ സംയോജകത സീൻ്റെ 4ഉം ഓൻ്റെ 2 ആണ്. സംയുക്തത്തിൻ്റെ രാസസൂത്രം എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? CO2 എന്ന് എഴുതിയിട്ട് വേണം എടുക്കാൻ. അപ്പം അതൊക്കെ ഒന്ന് പഠിച്ച് വെക്കുക. അത് നിങ്ങൾ പഠിക്കുക തന്നെ വേണം. സോഡിയം ക്ലോറൈഡിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു അല്ലേ, മാഗ്നീഷ്യം ക്ലോറൈഡിൻ്റെ രാസസൂത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. MgCl2 ആണ്. അലുമിനിയം ക്ലോറൈഡിൻ്റെ ഒക്കെ പറഞ്ഞു അല്ലേ. അപ്പം മെയിനായിട്ട് നമ്മൾ അതൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പഠിച്ച കുറച്ച് പ്രോപ്പർട്ടീനെ ഗ്രൂപ്പിലും പീരീഡിലും നമ്മൾ ആകെ കൺഫ്യൂഷൻ ആയിട്ടില്ല. ഒന്നിൽ കൂടും ഒന്നിൽ കുറയുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പെട്ടി പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു പെട്ടി എന്ത് ചെയ്യുക? പട്ടിക പഠിച്ചിട്ട് പോവുക. ഗ്രൂപ്പിൽ പറയുമ്പോൾ എപ്പോഴും നമ്മൾ താഴത്തുനിന്ന് മുകളിലേക്കാണ് പറയാമെന്ന് ആലോചിക്കണം കേട്ടോ. ഗ്രൂപ്പിൽ പറയുമ്പോൾ താഴത്തുനിന്ന് മുകളിലേക്ക് പറയണം. ആവർത്തന പട്ടികയിൽ പീരീഡിലാണെങ്കിലോ ഇടത്തുനിന്ന് വലത്തോട്ട് വേണം പറയാൻ. ഇപ്പോൾ ഗ്രൂപ്പിൻ്റെ കേസിൽ ആറ്റത്തിൻ്റെ വലുപ്പം മുകളിൽ നിന്നും താഴേക്ക് വരുംതോറും കൂടും. പീരീഡിലാണെങ്കിലോ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പം കുറയും. ഇനി വിദ്യുദ്രണത നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പിൽ എന്താണ് സംഭവിക്കുക? മുകളിൽ നിന്നും താഴത്തോട്ട് പോകുമ്പം കുറയും. വിദ്യുദ്രണത പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പം കൂടും. ലോഹങ്ങളുടെ ലോഹീയ സ്വഭാവം എങ്ങനെയാണ് വരുന്നത്? ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്നും താഴേക്ക് വരുമ്പം ലോഹീയ സ്വഭാവം കൂടി വരുന്നു. ഇനി പീരീഡിലാണെങ്കിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പം ലോഹീയ സ്വഭാവം കുറയുന്നു. അയോണീകരണ ഊർജ്ജം എങ്ങനെയാണ്? അയോണീകരണ ഊർജ്ജം കുറയാണ് ഗ്രൂപ്പിൽ വരുന്നത്. പീരീഡിലാണെങ്കിൽ അയോണീകരണ ഊർജ്ജം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പഠിച്ചു വെച്ചാൽ നമ്മുടെ ബാക്കി നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു പെട്ടി മാത്രം പഠിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കിട്ടും. അപ്പോൾ ഏതൊക്കെയാണ് കുറയുന്നത് കൂടുന്നത് ഒന്ന് നോട്ട് ചെയ്യുക. ഗ്രൂപ്പിൽ വരുന്ന കാര്യം പീരീഡിൽ എത്തുമ്പോൾ നമ്മൾ കുറേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെയാണ് ഉള്ള ആൾക്കാർ, കുറയുന്ന ആൾക്കാർ, കൂടുന്ന ആൾക്കാരെന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പം എന്ത് ചെയ്യുക? മുൻപ് അപ്ലോഡ് ചെയ്ത ക്ലാസ്സിൽ റെസൊണൻസ് ദ സ്റ്റഡി സ്പോട്ട് എന്നുള്ള ചാനലിൽ അപ്ലോഡ് ചെയ്ത ക്ലാസ്സൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? പോയി കാണുക. എക്സാമൊക്കെ അടുത്ത് വരികയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. നമ്മളെ കൂടെ കൂടുക കേട്ടോ. അപ്പം ഇനിയും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബാറൊക്കെ ക്ലിക്ക് ചെയ്താലേ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നേരെ തന്നെ വരുള്ളൂ. ഇനി റെസൊണൻസ് ദ സ്റ്റഡി സ്പോട്ടിൻ്റെ വാട്സപ്പ് നമ്പർ നമ്മൾ അടിയിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക? നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ ജോയിൻ ചെയ്യുക. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ഓക്കെ.